നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത് തികച്ചും അനിവാര്യമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ മകൾക്കോ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിക്കോ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അവരുടെ ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അവൾക്ക് വേണ്ടി നല്ല ഒരു കോർപ്പസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സർക്കാരിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. അതെ, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഈ ഒരു സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ. എന്താണ് സുകന്യ സമൃദ്ധി യോജന, ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എത്രത്തോളം പലിശ നിരക്കാണ് സുകന്യ സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇതുമൂലം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ബൊസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. സോ എന്താണ് സുകന്യ സമൃദ്ധി യോജന? പെൺകുട്ടികളുടെ ഭാവിക്കായി അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത പാരന്റ്സിനോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ രക്ഷാകർത്തം വഹിക്കുന്ന ആളുകൾക്കോ ചെയ്യണമെങ്കിൽ അവർക്കായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബാക്കപ്പ് ഉള്ള ഒരു പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന അല്ലെങ്കിൽ SSY എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് പബ്ലിക് വെൽഫെയറിനായിട്ട് ധാരാളം സ്കീമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. കാരണം ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒന്നാണ്. അത് മാത്രമല്ല വളരെ മികച്ച റിട്ടേൺസും സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും ലഭ്യമാകും. കൂടാതെ ടാക്സ് ബെനിഫിറ്റും അവൈലബിൾ ആണ്. ഈ സ്കീം പ്രകാരം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ 69 ലക്ഷം രൂപ വരെ നിങ്ങളുടെ പെൺകുട്ടി അഡൽട്ട് ആവുന്ന സമയം വരെയുള്ള കാലയളവിലേക്കും നിങ്ങൾക്ക് സ്വരുക്കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ടാക്സ് ബെനിഫിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ പലിശ നിരക്ക്, പണം പിൻവലിക്കലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ എവിടെയാണ് നമ്മൾ ഈ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ പ്രതിവർഷം ഒരു ചെറിയ എമൗണ്ട് പോലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ഒരു കോർപ്പസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് സുകന്യ സമൃദ്ധി യോജനയുമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അതിന്റെ ഒരു പലിശ നിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ FD പരിശോധിച്ച് നോക്കാം. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള വളരെ കാലങ്ങളായിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ഏകദേശമായിട്ട് വരുന്നത് 7%. അതുപോലെ തന്നെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് PPF എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ ഇപ്പോഴത്തെ ഏകദേശ പലിശ നിരക്ക് 7.1%. അതേസമയം സുകന്യ സമൃദ്ധി യോജന എടുത്തു നോക്കൂ, 8.2% സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നത്. 8.2%. അത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും PPF-നേക്കാളും കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പലിശ നിരക്കിന്റെ ഒരു വലിപ്പം മാത്രമല്ല, ട്രിപ്പിൾ ടാക്സ് ബെനിഫിറ്റും സുകന്യ സമൃദ്ധി യോജനയിലൂടെ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, സുകന്യ സമൃദ്ധി യോജനയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജനയിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, പലിശ നിരക്കിനത്തിൽ ലഭിക്കുന്ന പണവും ടാക്സ് ഫ്രീ ആണ്. അതുകൂടാതെ ഈ മുതലും പലിശയും അടക്കം ഉണ്ടാകുന്ന മെച്യൂരിറ്റി എമൗണ്ട് ഉണ്ടല്ലോ, അതിനും നിങ്ങൾ 5 പൈസ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം ടാക്സ് ഡിഡക്ഷനും ഇത് ഉപയോഗിക്കാം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടിക്കായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പാക്കേജ് ആണ് സുകന്യ സമൃദ്ധി യോജന ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കംപ്ലീറ്റ്ലി സേഫ് ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങൾ കുട്ടി വലുതാവുന്നത് വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. കുട്ടി അഡൽട്ട് ആവുന്നത് വരെയുള്ള കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും, എന്റെ പണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിക്കുമോ, പണം എങ്ങനെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, ഈ സ്കീം പൊളിഞ്ഞു പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഈ സ്കീം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്, ഗ്യാരണ്ടീഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ് സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള ഒരു ഹൈലി ഇൻട്രസ്റ്റ് നൽകുന്ന ഒരു സേവിംഗ് സ്കീം, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത്? നമുക്കറിയാം, രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും ഒരുപാട് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്ത, അതുമല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടേണ്ട സാഹചര്യത്തിലുള്ള അത്തരത്തിൽ പെൺകുട്ടികൾക്ക് തീരെ അവർക്ക് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് വരാൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിച്ചേരാൻ അവരെ തടുക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ തന്നെയായിരിക്കണം. അത്തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥയുള്ള ഫാമിലികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ കൂടുതൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ, അവരെ സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള ഒരു സ്കീം ഗവൺമെന്റ് ആരംഭിച്ചത്. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട്, ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം നിങ്ങൾ ഉപയോഗിക്കാതെ പോകരുത്. ഇത് നെഗ്ലക്ട് ചെയ്യരുത്. ഇനി ആർക്കൊക്കെയാണ് സുകന്യ സമൃദ്ധി യോജന സ്കീം പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് മാത്രമാണ്, പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 10 വയസ്സോ അതിൽ കുറവോ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ സുകന്യ സമൃദ്ധി യോജന പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ
ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ പേരിൽ മാത്രമേ, അതായത് നിങ്ങൾ പെൺകുട്ടിയുടെ പാരന്റ് ആണ് എന്നതുകൊണ്ട് നിങ്ങളുടെ പേരിൽ അത് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പെൺകുട്ടിയുടെ പേരിൽ മാത്രമേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പാരന്റിനോ ഗാർഡിയനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഒരു കുടുംബത്തിൽ മാക്സിമം 2 പെൺകുട്ടികളുടെ പേരിലാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാവുന്നത്. ഇനി അതല്ല ട്വിൻ ആണ്, 2 പെൺകുട്ടികളുള്ള ഒരു ട്വിൻ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രിപ്ലറ്റ്സ്, അതായത് ട്വിൻ അല്ല 3 പെൺകുട്ടികൾ ഒരേ പ്രസവത്തിൽ ജനിച്ച അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലുള്ള സമയത്തും എക്സംഷൻ ഉണ്ട്. ആ കുട്ടികളുടെ പേരിൽ നമുക്ക് ഈ ഒരു സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രതിവർഷം 250 രൂപ, ഏറ്റവും കുറഞ്ഞത് 250 രൂപയാണ് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക 1,50,000 രൂപയാണ്. നിങ്ങൾക്ക് പ്രതിമാസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി, അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ, ഇത്തരത്തിൽ 3 തരത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് മാസം പണം അടക്കാം, അതല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അടക്കാം, അതല്ല ഒരുമിച്ച് ഒരു വർഷത്തേക്കുള്ള ഒരു എമൗണ്ട് ആയിട്ട് അങ്ങനെയും അടക്കാം. ഈ സ്കീം വളരെ ഫ്ലെക്സിബിൾ ആണ്, അതായത് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നും ഇതിനകത്തില്ല. പ്രതിവർഷം 250 രൂപ ഏറ്റവും കുറഞ്ഞത് അടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഈ വർഷം നിങ്ങൾ 1,00,000 രൂപ അടക്കുന്നു, അടുത്ത വർഷം 10,000 രൂപയാണ് അടക്കുന്നത്. അത്തരത്തിൽ യാതൊരു ഇഷ്യൂവും ഇതിനകത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് 250 രൂപ ആ അക്കൗണ്ട് നിലനിർത്താൻ നിങ്ങൾ അടയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏറ്റവും കൂടിയ തുക 1,50,000. സോ ഒരു വർഷം ഇത്ര തുക, രണ്ടാമത്തെ വർഷം അത്ര തുക, അതിൽ വ്യത്യാസം വന്നാൽ അതിന് യാതൊരു കുഴപ്പമില്ല. ദി സ്കീം ഈസ് വെരി ഫ്ലെക്സിബിൾ. ഇനി അഥവാ സ്കീം സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ മിനിമം എമൗണ്ട് പോലും അടക്കുന്നില്ല എന്നിരിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനൊരു പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. 50 രൂപ, വെറും 50 രൂപയാണ് ഈ ഒരു സുകന്യ സമൃദ്ധി യോജന. നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം അടക്കാതെ പോയാൽ നിങ്ങൾ കൊടുക്കേണ്ടത് പെനാൽറ്റി 50 രൂപയാണ്. ഈ 50 രൂപ പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അക്കൗണ്ട് റീസ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് യു ക്യാൻ കണ്ടിന്യൂ ഇൻവെസ്റ്റിംഗ് ഇൻ സുകന്യ സമൃദ്ധി യോജന. സോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, 250 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷം അടക്കാൻ പറ്റാത്ത ആരും ഇവിടെ ഉണ്ടാകില്ല. നമ്മൾ പെട്രോൾ അടിക്കുന്ന പൈസയോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പൈസയോ, അത്തരത്തിലൊരു ചെലവ്, ഒരു എസെൻഷ്യൽ ചെലവായിട്ട് ഇതിനെ കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 1,50,000 വരെ എത്ര എമൗണ്ട് വേണമെങ്കിലും അടക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തരുടെയും സാമ്പത്തികപരമായിട്ടുള്ള അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ വീട്ടിലെ പെൺകുട്ടികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കായി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു സുകന്യ സമൃദ്ധി യോജനയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് 15 വർഷമാണ്. നമ്മൾ 15 വർഷത്തേക്കാണ് സുകന്യ സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മെച്യൂർ ആവണമെങ്കിൽ അത് 21 വർഷം ആവണം. മെച്യൂരിറ്റി പീരീഡ് 21 വർഷമാണ്. അതായത് നിങ്ങൾ ആദ്യത്തെ 15 വർഷം മാത്രമേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സുകന്യ സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കി 6 വർഷം നിങ്ങളുടെ പണം നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ പണത്തിലേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ആവാൻ പോകുന്നു. ആ ഈ ഒരു 6 വർഷം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ആവുന്ന ഒരു പ്രോസസ്സാണ്. അത്രയും എമൗണ്ട്, വലിയൊരു കോർപ്പസ് നിങ്ങൾക്ക് 21 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടികൾക്കായി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു സ്കീമിനെ കുറിച്ച് സേഫ്റ്റി എന്ന് പറയുന്ന യാതൊരു കൺസേണും ഇതിനകത്ത് ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. അതുപോലെ തന്നെ RBI പോലെയുള്ള അതോറിറ്റീസ് ആണ് ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത്. മാത്രമല്ല മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഇൻവോൾവേ അല്ല. കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ്, സുകന്യ സമൃദ്ധി യോജനയുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 8.2% ഒരു വർഷം. ശ്രദ്ധിക്കുക, എല്ലാ 3 മാസം കൂടുന്തോറും ഗവൺമെന്റ് സുകന്യ സമൃദ്ധി യോജനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിവൈസ് ചെയ്യാറുണ്ട്. പക്ഷേ 2024 ഏപ്രിൽ മാസം തൊട്ട് ഇന്നേ വരെ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് 8.2% നിന്നും കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. ഇനി പണം പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ സുകന്യ സമൃദ്ധി യോജന വൺസ് നിങ്ങളുടെ പെൺകുട്ടിയുടെ പേരിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് അതിൽ നിന്നും പണം പിൻവലിക്കാൻ സാധ്യമല്ല. ഇനി 18 വയസ്സ് പൂർത്തിയായി എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് 50% അതിൽ നിന്നും പിൻവലിക്കാൻ സാധ്യമാണ്. പക്ഷേ അത് വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം, എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രം. 21 വർഷം കഴിഞ്ഞാൽ മാത്രമേ, മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഫുൾ എമൗണ്ടും നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ചില സ്പെഷ്യൽ കേസുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഈ ഗാർഡിയന്റെ മരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം പിൻവലിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജീവഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലും നമുക്ക് പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ ചില സർട്ടൻ റൂൾസ് ഇതിനകത്ത് അപ്ലിക്കബിൾ ആണ്. ആ റൂൾസ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധ്യമാവുള്ളൂ. സോ പോസ്റ്റ് ഓഫീസിലും പബ്ലിക് സെക്ടർ ബാങ്കുകളിലും അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ബാങ്കുകളിലും നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പോസ്റ്റ് ഓഫീസിലാണ് അക്കൗണ്ട് തുടങ്ങിയതെങ്കിൽ അത് ബാങ്കിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിൽ പോലും നിങ്ങളുടെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ആ ഒരു പ്രസ്തുത സംസ്ഥാനത്തിലെ ബാങ്കിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇവിടെയുണ്ട്. സോ ഒരു സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പെൺകുട്ടിയുടെ പേര് തെളിയിക്കുന്ന ഡോക്യുമെന്റ്, അതുപോലെ തന്നെ ഗാർഡിയന്റെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, പാരന്റിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ KYC പരമായിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്
പോകുന്നത് സുകന്യ സമൃദ്ധി യോജനയിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിന്റെ ഒരു ലൈവ് കാൽക്കുലേഷൻ ആണ്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും പലിശ ഇനത്തിൽ നമുക്ക് 8.2% ഇൻട്രസ്റ്റ് റേറ്റിൽ എത്രത്തോളം എമൗണ്ട് ആണ് നമുക്ക് സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ആദ്യത്തെ ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതിവർഷം സുകന്യ സമൃദ്ധി യോജനയിൽ 8.2% പലിശ നിരക്കിൽ 15 വർഷത്തേക്ക് 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. അത് മെച്യൂരിറ്റി എമൗണ്ട് ആവുമ്പോഴേക്കും 1.5 ലക്ഷം രൂപ നിങ്ങൾ 15 വർഷം നിക്ഷേപിച്ചാൽ 21 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഏകദേശം 4.6 ലക്ഷത്തോളം രൂപ ആയിരിക്കാം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 50,000 രൂപ പ്രതിവർഷം സുകന്യ സമൃദ്ധി യോജന നിക്ഷേപിക്കുന്നു. 50,000 രൂപ നിങ്ങൾ 15 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിങ്ങൾ മൊത്തത്തിൽ നിക്ഷേപിക്കുന്ന തുക 7.5 ലക്ഷം, 7.5 ലക്ഷം രൂപയാണ്. മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ഏകദേശം ലഭിക്കുന്നത് 23 ലക്ഷത്തോളം രൂപയാണ്. ഇനി അതല്ല, സുകന്യ സമൃദ്ധി യോജനയുടെ ഏറ്റവും ഉയർന്ന ഇൻവെസ്റ്റ്മെന്റ് തുകയായ പ്രതിവർഷം 1.5 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 22,50,000 രൂപ ആയിരിക്കും. അങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് മെച്യൂരിറ്റി എമൗണ്ട് 21 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് ഏകദേശം 69 ലക്ഷത്തോളം രൂപ ആയിരിക്കും. സോ നിങ്ങൾ നോക്കൂ, 22.5 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഏകദേശം 69-70 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ലഭിച്ചിരിക്കുന്നില്ല. അത് ഇരട്ടിയിലും കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ അത്രത്തോളം നമുക്കൊരു റിട്ടേൺ സേഫ്റ്റി, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം റിട്ടേൺ നമുക്ക് ഗ്യാരണ്ടി തരുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏത് പോസ്റ്റ് ഓഫീസിൽ പോയാലും, ചില പ്രൈവറ്റ് ബാങ്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ബാങ്കുകളിൽ പോയാലും നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാണ്. വളരെ ഈസി പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അവിടെ പോയിട്ട് ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തിനു വൈകണം? കാരണം വളരെ ചെറിയ എമൗണ്ട്, വെറും 250 രൂപ ഒരു വർഷം നിക്ഷേപിച്ചാൽ മതി. ഇനി അഥവാ ഏതെങ്കിലും വർഷം നിക്ഷേപിക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ 50 രൂപ, വെറും 50 രൂപ പെനാൽറ്റി അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങാം. സോ അത്രയ്ക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ള, അത്രയ്ക്കും ഈസി ആയിട്ടുള്ള, ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള, RBIയുടെ മോണിറ്ററിംഗ് ഉള്ള, 3 തരത്തിൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന, വളരെ മികച്ച റിട്ടേൺ ഉറപ്പ് നൽകുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. ഇത് ആരും അറിയാതെ പോകരുത്. നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലെ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാം. സാമ്പത്തികമായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഇപ്പോഴേ കരുതലെടുക്കാം. ബോസോല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.